أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجل بدناه قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلهكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. ഗ്രാമീണ അറബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ, പറയുക നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കൊള്ളുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ കർമ്മങ്ങളിൽ യാതൊന്നും നിങ്ങൾക്ക് അവനെ കുറവ് വരുത്തുകയില്ല. നിശ്ചയമായി അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. വിശ്വാസികൾ താഴെ പറയുന്നവർ മാത്രമാണ്. അല്ലാഹുവിലും അവന്റെ ദൂതനിലും അവർ വിശ്വസിക്കുകയും പിന്നീട് അവർ സംശയിക്കാതിരിക്കുകയും അവർ തങ്ങളുടെ മുതലുകളെ കൊണ്ടും ശരീരങ്ങളെ കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം നടത്തുകയും ചെയ്തു. അവർ തന്നെയാണ് സത്യവന്മാർ. അള്ളാഹുവിൽ മരുഭൂമിവാസികളായ ആളുകൾ അവരെ പറയുന്ന പേരാണ് അറാബികൾ. ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നെന്ന് പറയുക. നിങ്ങൾ വിശ്വസിച്ചില്ല, എങ്കിലും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ സത്യവിശ്വാസം ഇതുവരെയും പ്രവേശിച്ചിട്ടേയില്ല. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ നിങ്ങൾക്ക് കുറച്ചു കളയുകയില്ല. നിശ്ചയമായി അല്ലാഹു വളരെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വചനം 15. നിശ്ചയമായും സത്യവിശ്വാസികൾ എന്നാൽ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും പിന്നീട് സന്ദേഹപ്പെടാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ദേഹങ്ങളും കൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്നവർ മാത്രമാണ്. അക്കൂട്ടർ തന്നെയാണ് സത്യവാന്മാർ. മദീനയുടെ പ്രദേശങ്ങളിൽ പാർക്കുന്ന മരുഭൂമിവാസികളായ അസദ് ഗോത്രത്തിൽപ്പെട്ട കുറേ ആളുകൾ തങ്ങൾക്ക് ക്ഷാമം പിടിപെട്ട അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയുണ്ടായി. പല അറബികളും ചെയ്തതുപോലെ തങ്ങൾ നബിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങൾ ചെയ്ത ഔദാര്യമായിരുന്നു. തങ്ങൾ ഇപ്പോൾ വളരെ പ്രാരാബ്ധത്തിലും വിഷമത്തിലും അകപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉണർത്തുകയും വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പൊതുസ്വത്തിൽ നിന്ന് തങ്ങൾക്ക് വല്ലതും തന്ന് സഹായിക്കണമെന്നായിരുന്നു അവരുടെ വരവിന്റെ ആവശ്യം. ഇവരെ പറ്റിയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്.
വിശ്വാസം നാവുകൊണ്ട് പ്രകടമാക്കിയാൽ പോരാ, അത് ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെയും വിശ്വാസം പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെ സമരം നടത്താതെ അടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾ കീഴൊതുങ്ങി എന്ന് പറയണമെന്നല്ലാതെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാത്ത വണ്ണം അല്ലാഹുവിലും റസൂലിലും മനഃപൂർവ്വം വിശ്വസിക്കണം. മനസ്സിൽ വിശ്വസിച്ചത് വെച്ചാൽ പോരാ, അത് പ്രവർത്തനത്തിൽ പ്രകടനമാക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുകയും വേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ എന്നൊക്കെയാണ് അവരെ ഉത്ബോധിപ്പിക്കുന്നത്. ഈമാൻ എന്നത് വിശ്വാസത്തെ കുറിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അനുസരണവും പ്രവർത്തനവുമാണ് ഇസ്ലാം. ഈമാൻ കൂടാതെയുള്ള ഇസ്ലാം അല്ലാഹുവിന്റെ സ്വീകാര്യമല്ല. ഈമാന്റെ അനിവാര്യ ഫലമത്രേ ഇസ്ലാം. അതേസമയം ഇസ്ലാം ഉണ്ടായതുകൊണ്ട് ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അഹ്റാബികളോട് ഈമാൻ സ്വീകരിച്ചു എന്ന് പറയുകയെന്നും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മതിയെന്ന് കൽപ്പിച്ചത്. കപടവിശ്വാസികൾ എന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. പക്ഷേ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ എന്നറിയുവാൻ മനുഷ്യന് സാധ്യമല്ല. അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. എങ്കിലും ഇസ്ലാമിനെ അംഗീകരിച്ചു കാണുന്ന ഏവരെക്കുറിച്ചും അവർ മുസ്ലിമും മുഅ്മിനുമാണെന്ന്, അഥവാ ഇസ്ലാമിൽ ഈമാൻ കൂടെയുണ്ടെന്ന് വിധി കൽപ്പിക്കുവാനാണ് നമുക്ക് നിർവാഹമുള്ളൂ. ഇസ്ലാമിന്റെ നിയമവും അത് തന്നെ. ലക്ഷ്യവും വർദ്ധിക്കുന്തോറും ഈമാൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. സൽക്കർമ്മങ്ങൾ അതിനെ പോഷിപ്പിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഈമാൻ ക്ഷയിപ്പിക്കുകയും ദുഷ്കർമ്മങ്ങൾ അതിനെ ദൈവമായി വിളിക്കുകയും ചെയ്യും. ഈമാൻ ഇസ്ലാം ഒന്ന് തന്നെയാണെന്ന് ചില തൽക്കാല കക്ഷികൾ വാദിക്കുന്നത് ശരിയല്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആനിലും ഹദീസിൽ നിന്നും വേറെ പല തെളിവുകളാൽ ആ വാദം ശരിയല്ലെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ അതിനെപ്പറ്റി കൂടുതൽ സ്പർശിക്കുന്നില്ല. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ വിശ്വസിച്ചിട്ട് പിന്നെ സന്ദേഹപ്പെടുത്തതുമില്ല. സുമ്മലം യത്താഹു എന്ന് പറഞ്ഞല്ലോ. തെളിവുകൾ മുഖേന യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത വിധം ഒരു വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ശേഷം വീണ്ടും പുതിയ തെളിവുകൾ ലഭിക്കുകയോ വിശ്വസിക്കപ്പെട്ട കാര്യം നേരെ കണ്ട് അനുഭവിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ വിശ്വാസം പൂർവാധികം ശക്തിപ്പെടുമെന്നും മനസ്സിന് കൂടുതൽ സമാധാനവും സംതൃപ്തിയും ഉണ്ടായിരുന്നുവെന്നും പറയേണ്ടതില്ല. ഇതുകൊണ്ട് മുൻപത്തെ വിശ്വാസം സംശയാസ്പദമായിരുന്നുവെന്നോ അപൂർണമായിരുന്നുവെന്നോ വരുന്നില്ലതാണ്. സൂറത്തുൽ ജാരിയത്ത് 5 വിവരണത്തിൽ വിശ്വാസത്തിന്റെ ഇനങ്ങളെക്കുറിച്ചും പ്രസ്താവിച്ചിട്ടുണ്ട്. ആകാശത്തിലൂടെ പറന്നുമായ വിമാനം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇന്ന് അതിനെ ആരും നിഷേധിക്കുകയോ അതിൽ സംശയിക്കുകയോ ഇല്ല. അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആരും അത് സമ്മതിക്കുകയുമില്ല. പക്ഷേ കണ്ണിൽ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സമാധാനവും സംതൃപ്തിയും അതിന്റെ കൂടെ അവർക്ക് തീർച്ചയായും ഉണ്ടായിരിക്കുകയില്ല. ഓരോ മുസ്ലിമിനും മലക്കുകളിൽ വിശ്വസിക്കുന്നു. പക്ഷേ മലക്കിനെ കണ്ടിട്ടുള്ള പ്രവാചകൻ എല്ലാത്തവരും ഒരുപോലെയാണ്. മരണപ്പെട്ടവരെ അല്ലാഹു ജീവിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയോ സംശയമോ കൂടാതെ പരിപൂർണമായി വിശ്വസിച്ച് പ്രവാചക വര്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അദ്ദേഹം അല്ലാഹുവോട് മരണപ്പെട്ടവരെ ഇങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചതായി സൂറത്തുൽ അൽ-ബഖറയിൽ 260 അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഇതിനുള്ള കാരണം മേൽ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, നീ വിശ്വസിച്ചിട്ടില്ലേ എന്ന് അല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചതായും അദ്ദേഹം ഇല്ലാതെ എങ്കിലും എന്റെ ഹൃദയം സമാധാനമടിയുവാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞതായി അവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. മരണപ്പെട്ടവരെ രണ്ടാമതും ജീവിച്ചു കണ്ടെങ്കിലേ താൻ വിശ്വസിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലോ ജീവിപ്പിക്കുന്നതിനെ പറ്റിയുള്ള തനിക്ക് അല്പമെങ്കിലും സംശയം തോന്നിയതുകൊണ്ടോ അല്ല ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പ്രാർത്ഥന ചെയ്തതെന്ന് വക്രബുദ്ധികളില്ലാത്ത ഏവർക്കും വ്യക്തമാണ്.
എന്നിരിക്കെ 15-ാം വചനത്തിലെ പിന്നെ അവർ സന്ദേഹപ്പെട്ടതുമില്ല എന്ന വാക്കിന്റെ മറുപടി പിടിച്ചുകൊണ്ട് അല്ലാഹു മരണപ്പെട്ടവരെ രണ്ടാമത് ജീവിപ്പിക്കുന്നു എന്നതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്വാസമുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് അതിനു മുമ്പ് ആ വിശ്വാസത്തിൽ മനസ്സമാധാനമില്ലാതെ സംശയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പരിഹാസപൂർവ്വം ചിലർ ചോദിക്കുന്നതിന്റെ രഹസ്യം ആർക്കും അജ്ഞാതമല്ല. തങ്ങളുടെ ഭൗതിക ശാസ്ത്രങ്ങൾക്ക് അനുകൂലിക്കുവാൻ കഴിയാത്ത ഏതൊരു കാര്യവും ഖുർആനിലോ മറ്റു വ്യക്തമായ ഭാഷയിൽ പ്രസ്താവിച്ചു കണ്ടാൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുകയും നാവുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യാൻ എനിക്കെടുത്തവരാണ് ഈ ചോദ്യകർത്താക്കൾ. മരണപ്പെട്ടവരെ ലോകത്ത് വെച്ച് ജീവിപ്പിക്കുകയെന്ന കാര്യം ഇവരുടെ യുക്തിയും ശാസ്ത്രത്തിന് നിരക്കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാട്ടിത്തരണേ എന്ന വാക്യത്തിന് നിർജീവമായ ഹൃദയങ്ങളെ എങ്ങനെയാണെന്ന് ഉദ്ധരിക്കുക എന്ന് കാട്ടിത്തരണം എന്നത്ര ഇവർ കൽപ്പിക്കുന്ന അർത്ഥം. എന്റെ മനസ്സ് സമാധാനം അടിയുവാൻ എന്ന വാക്കിന് എന്റെ സംശയവും അസാധ്യവും തീർന്ന് എന്റെ മനസ്സിന് സമാധാനം ലഭിക്കുവാൻ എന്നാണ് നൽകുന്ന വ്യാഖ്യാനം. ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ച പല വാക്കുകളും അസ്ഥാനത്തായി പോയിട്ടുണ്ടെന്നായിരിക്കും ഇവരുടെ ഇത്തരം ചില അർത്ഥവ്യാഖ്യാനം കാണാനും തോന്നിപ്പോകുക. അല്ലാഹു അക്ബർ. സന്ദർഭവശാൽ ഈ വിഷയം ഇവിടെ സ്പർശിച്ചുവെന്നേയുള്ളൂ. ഇതിനെപ്പറ്റി സൂറത്തുൽ അൽ ബഖറയിൽ വെച്ച് കൂടുതൽ വിവരിച്ചിട്ടുണ്ട്.